നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലേ എന്ന കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ, സ്റ്റോറി എന്നാണ് അർത്ഥം വരുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് സാരിക ഠാക്കൂർ എന്ന എഴുത്തുകാരിയാണ്. അപ്പം നമ്മുടെ കഹാനിയുടെ പേര് ചലേ എന്നാണ്. ചലേ എന്ന് പറഞ്ഞാൽ പോകാം എന്നാണ് അർത്ഥം വരുന്നത്. ഇതൊരു കുഞ്ഞു കഥയാണ്. ഈ കഥയിൽ ടുക്കു എന്ന കുട്ടിയും അവൻ്റെ അമ്മയും തമ്മിലുള്ള സ്നേഹവും കരുതലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ തോറ്റുപോയാലും നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്നും വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം, ആ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് കഥ വായിച്ചു നോക്കാം. ടുക്കു കൈ ദിൻ സെ സൈക്കിൾ കി ജിദ് കർ രഹാ ഥാ. ടുക്കു എന്ന് പറയുന്നത് നമ്മുടെ ചലേ എന്നുള്ള കഹാനിയിലെ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ടുക്കുവും അതേപോലെ ടുക്കുവിന്റെ അമ്മയും. ഇപ്പൊ ടുക്കു എന്താണ്, കൈ ദിൻ സെ കുറെ ദിവസമായി സൈക്കിൾ കി ജിദ് കർ രഹാ ഥാ. ജിദ് എന്ന് പറഞ്ഞാല് വാശി. ടുക്കു കുറെ ദിവസമായി സൈക്കിള് വേണമെന്ന് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അമ്മാനെ टुक्कू के लिए साइकिल और अपने लिए एक സ്കൂട്ടി ഖരീദ് ലി. ഇപ്പൊ ടുക്കുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ റെഡ് കളറിലും അമ്മയെ കുറിച്ചിട്ടുള്ളത് ഗ്രീൻ കളറിലും പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. അപ്പൊ ടുക്കു കേലിയെ എന്ന് പറഞ്ഞാല് ടുക്കുവിന് വേണ്ടി, ഖരീദ് ലി എന്ന് പറഞ്ഞാല് വാങ്ങിച്ചു. അമ്മ ടുക്കുവിന് വേണ്ടി സൈക്കിളും തനിക്ക് വേണ്ടി ഒരു സ്കൂട്ടിയും വാങ്ങിച്ചു. पर आपको तो स्कूटी चलाना नहीं आता, टुक्कू ने अम्मा से पूछा. पर എന്ന് പറഞ്ഞാല് പക്ഷേ, ചലാന നെഹി ആത്ത എന്ന് പറഞ്ഞാല് ഓടിക്കാൻ അറിയില്ലല്ലോ എന്നാണ്. പൂച്ച എന്ന് പറഞ്ഞാല് ചോദിച്ചു. പക്ഷെ നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് ടുക്കു അമ്മയോട് ചോദിച്ചു. അപ്പൊ അമ്മയ്ക്ക് എന്താണ്, അമ്മ ഇതുവരെ സ്കൂട്ടി ഒന്നും ഓടിച്ചിട്ടില്ല. അപ്പൊ അമ്മ സ്കൂട്ടി വാങ്ങിച്ചു. അപ്പൊ ടുക്കു ചോദിക്കുകയാണ് അമ്മേന്റെ അടുത്ത്, പക്ഷെ അമ്മേ നിങ്ങക്ക് സ്കൂട്ടി ഒന്നും ഓടിക്കാന് അറിയില്ലല്ലോ എന്ന്. അപ്പൊ അതിന് താഴെ അമ്മ പറയുന്ന കാര്യമാണ്, തുമേ ബി തോ സൈക്കിൾ ചലാന നഹി ആത്ത അമ്മാനെ കഹ. അമ്മാനെ കഹ എന്ന് പറഞ്ഞാല് അമ്മ പറഞ്ഞു, നിനക്കും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞു. മേ സീക്ക് ലൂങ്ക ധീരെ ധീരെ ടുക്കു ബോല. മേ എന്ന് പറഞ്ഞാല് ഞാൻ. അപ്പൊ ഇതാരാ പറയുന്നത്, ടുക്കു ആണ് പറയുന്നത്. ടുക്കു ബോല, ടുക്കു പറഞ്ഞു. എന്താ ടുക്കു പറഞ്ഞത്, ഞാൻ മെല്ലെ മെല്ലെ പഠിച്ചോളാം, ഞാൻ പഠിക്കാമെന്ന് ടുക്കു അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറയാണ്, മേ ബി സീക്ക് ലൂങ്കി ധീരെ ധീരെ അമ്മ ഹസ്തേ ഹുവേ ബോലി. മേ ഭി എന്ന് പറഞ്ഞാല് ഞാനും, ധീരെ ധീരെ എന്ന് പറഞ്ഞാല് മെല്ലെ മെല്ലെ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ, ഹസ്തേ ഹുവേ എന്ന് പറഞ്ഞാല് ചിരിച്ചുകൊണ്ട്, ബോലി എന്ന് പറഞ്ഞാല് പറഞ്ഞു. ഞാനും മെല്ലെ മെല്ലെ പഠിച്ചോളാം, പഠിക്കാമെന്ന് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉസ് രാത് ദോനോ കോ നീന്ത് നായി. ഉസ് രാത്, രാത് എന്ന് പറഞ്ഞാല് രാത്രി, ആ രാത്രി, ദോനോ കോ രണ്ടുപേർക്കും, നീന്ത് എന്ന് പറഞ്ഞാല് ഉറക്കാണ്, നായി ആ രാത്രി രണ്ടുപേർക്കും എന്താണ്, ഉറക്കം വന്നില്ല. സുബഹ് ടുക്കൂനെ അപ്പനി സൈക്കിൾ നിക്കാലി और अम्मा ने अपनी സ്കൂട്ടി. സുബഹ് എന്ന് പറഞ്ഞാല് രാവിലെ. ടുക്കുനെ അപ്പനി സൈക്കിൾ നിക്കാലി, ടുക്കു തന്റെ സൈക്കിൾ എടുത്തു. और അമ്മാനെ അപ്പനി സ്കൂട്ടി, അമ്മ തന്റെ സ്കൂട്ടി എടുത്തു എന്നാണ് പറയുന്നത്. നിക്കാൽന എന്ന് പറഞ്ഞാല് പുറത്തെടുക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ എന്താണ്, ടുക്കു എന്താ എടുത്തത്, സൈക്കിളാണ്. അമ്മ എന്താ എടുത്തത്, സ്കൂട്ടിയാണ്. അപ്പൊ ആ കാര്യം ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക, ഒരിക്കലും അത് മാറിപ്പോവരുത്. അപ്പൊ ബാക്കി വായിച്ചു നോക്കാം. ജ്യാദാ ദൂർ മത് ജാന അമ്മാനെ ടുക്കു കോ സംജായ. ജ്യാദ എന്ന് പറഞ്ഞാല് കൂടുതൽ, അധികം എന്നുള്ള അർത്ഥമാണ്. ദൂർ എന്ന് പറഞ്ഞാല് ദൂരം. ജ്യാദാ ദൂർ മത് ജാന, കൂടുതൽ ദൂരെ പോകരുത്, പോകരുതേ എന്ന് അമ്മാനെ ടുക്കു കോ സംജായ,
അമ്മ ടുക്കുവിന് പറഞ്ഞു കൊടുത്തു, അതായത് മനസ്സിലാക്കിച്ചു. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു സൈക്കിൾ എടുത്ത് പോവാണ്, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് എന്താണ് അമ്മ നമ്മളടുത്ത് പറയാറുണ്ട്, കൂടുതൽ ദൂരെയൊന്നും പോവരുതേന്ന്. അതേപോലെ ടുക്കുവിനോട് അമ്മ പറഞ്ഞു ജ്യാദാ ദൂർ മത് ജാന എന്ന്. അപ്പൊ അതിന്റെ താഴെയുള്ള വായിച്ചു നോക്കാം. आप भी ज्यादा दूर मत जाना, ടുക്കുവിനെ അമ്മാക്കോ സംജായ. ഇപ്പൊ ടുക്കുവിനോട് അമ്മ എന്താ പറഞ്ഞത്, കൂടുതൽ ദൂരെ പോകരുതെന്ന്. ഇപ്പൊ രണ്ടുപേരും എന്താണ്, ടുക്കു സൈക്കിൾ എടുത്തിറങ്ങിയിട്ടുണ്ട്, അമ്മ സ്കൂട്ടി എടുത്തു ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ടുക്കുവിനെ അമ്മ കെയർ ചെയ്തിട്ട് പറയാണ് കൂടുതൽ ദൂരെ പോവരുതെന്ന്. ഇപ്പൊ ടുക്കു അമ്മയോട് പറയാണ്, അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാണ്, ആപ്പ് ബി ജ്യാദാ ദൂർ മത് ജാന, താങ്കളും അമ്മ എന്താണ്, അമ്മയും കൂടുതൽ ദൂരെ ഒന്നും പോകണ്ട എന്ന് ടുക്കു പറയാണ്. ടുക്കുവിനെ പെഹലെ ആധാ പെഡൽ മാരാ. പെഹലെ എന്ന് പറഞ്ഞാല് ആദ്യം, ആധാ എന്ന് പറഞ്ഞാല് പകുതി, ഭാഗികമായി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പെഡൽ മാരാ, പെഡൽ അമർത്തി. ടുക്കു ആദ്യം എന്ത് ചെയ്തു, പെഡല് ഭാഗികമായി അമർത്തി. ആധാ പെഡൽ മാർത്തെ മാർത്തെ സീറ്റ് പർ बैठने की कोशिश की. സീറ്റ് പർ എന്ന് പറഞ്ഞാല് സീറ്റിൽ, बैठने की कोशिश की, कोशिश की എന്ന് പറഞ്ഞാല് ശ്രമിച്ചു. അങ്ങനെ ടുക്കു പെഡല് ഭാഗികമായിട്ട് അമർത്തിക്കൊണ്ട് എന്ത് ചെയ്തു, സീറ്റിലിരിക്കാൻ ശ്രമിച്ചു. पर जैसे ही वो सीट पर बैठा ഹാൻഡിൽ ഗുമ. പക്ഷെ സീറ്റിലിരുന്ന ഉടനെ ഹാൻഡില് തിരിച്ചു. പാവ് പെഡൽ തക് നാ പഹുഞ്ചെ. പാവ് എന്ന് പറഞ്ഞാല് കാല്, കാല് പെഡല് വരെ എത്തിയില്ല. ബാലൻസ് ബിഗിഡ, ബാലൻസ് തെറ്റി, അതായത് ബാലൻസ് പോയി. സൈക്കിൾ ടുക്കു ദോനോ ഗിർ പടേ ധടാം. സൈക്കിൾ, സൈക്കിള് തന്നെ. ടുക്കു ദോനോ ഗിർ പടേ, സൈക്കിളും ടുക്കും രണ്ടും വീണു. അതായത് സൈക്കിളും ടുക്കും എന്ത് ചെയ്തു, രണ്ടും താഴെ വീണു. ധടാം, അതായത് ഇവർ രണ്ടുപേരും വീണപ്പോ ഒരു സൗണ്ട് വന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ടുക്കു എന്താ ആദ്യം ചെയ്തത്, ആദ്യം പെഡല് ഭാഗികമായിട്ട് അമർത്തി. കാരണം എന്താ, ടുക്കുവിനേക്കാളും സൈക്കിള് കുറച്ച് വലുതായത് കൊണ്ട് തന്നെ ടുക്കുവിന് കാല് നിലത്ത് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പെഡൽ എന്ത് ചെയ്തു, ഭാഗികമായിട്ട് അമർത്തി. അങ്ങനെ ടുക്കു എന്ത് ചെയ്തു, ആ പെഡല് ഭാഗികമായിട്ട് അമർത്തിക്കൊണ്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. നമുക്ക് കാല് നിലത്തെത്തിയാലാണല്ലോ സീറ്റിൽ നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ എത്താത്തത് കൊണ്ട് തന്നെ പെഡലില് ചവിട്ടിയിട്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ടുക്കു ശ്രമിച്ചു. അങ്ങനെ സൈക്കിളിന്റെ പെഡല് പകുതി ചവിട്ടിയിട്ട് എന്ത് ചെയ്തു, ടുക്കു സൈക്കിളിന്റെ സീറ്റിൽ കയറിയിരുന്നു. പക്ഷെ സീറ്റിൽ കയറിയിരുന്ന ഉടനെ എന്ത് ചെയ്തു, ഹാൻഡില് തിരിച്ചു. അപ്പൊ കാല് പെഡല് വരെ എത്തുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ, സൈക്കിള് ടുക്കുവിനേക്കാളും കുറച്ച് വലുതായിരുന്നു. അപ്പൊ ഒരു പെഡലില് മാത്രമേ കാലെത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിച്ചു, സൈക്കിളിന്റെ ബാലൻസ് പോയി, ബാലൻസ് തെറ്റി. സൈക്കിളും ടുക്കുവും എന്ത് ചെയ്തു, താഴെ ഇതുപോലെ വീണു. അപ്പൊ ടുക്കുവിന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അപ്പൊ കാലെന്താണ്, പെഡല്, ഒരു പെഡലില് മാത്രമേ എത്തുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ മറ്റേ പെഡല് വരെ എത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ടുക്കുവിന്റെ ബാലൻസ് പോയി. ടുക്കുവും സൈക്കിളും എന്ത് ചെയ്തു, താഴെ വീണു. അപ്പൊ അതിനുശേഷം ഇനി കഥയിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഉദർ അമ്മ സ്കൂട്ടി സീക്ക് രഹി थी. ഉദർ എന്ന് പറഞ്ഞാല് അവിടെ, സീക്ക് രഹി थी എന്ന് പറഞ്ഞാല് പഠിക്കുകയായിരുന്നു. അവിടെ അമ്മ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുകയായിരുന്നു. ഉനോനെ ഹാൻഡിൽ കോ ദോനോ ഹാത്തോ സെ കസ്കർ थामा. ദോനോ ഹാത്തോ സെ, ഹാത്തോ സെ എന്ന് പറഞ്ഞാല് കൈകൾ കൊണ്ട്, കസ്കർ थामा മുറുകെ പിടിച്ചു. അമ്മ എന്ത് ചെയ്തു, ഹാൻഡില് രണ്ട് കൈ കൊണ്ടും മുറുകെ പിടിച്ചു. ബായേ ഹാത്ത് സെ ബ്രേക്ക് ദബായ. ബായേ എന്ന് പറഞ്ഞാല് ഇടത്, ലെഫ്റ്റ് സൈഡ്. ഹാത്ത് എന്ന് പറഞ്ഞാല് കൈയാണ്. ബ്രേക്ക് ദബായ, ബ്രേക്ക് അമർത്തി. അമ്മ ഇടത് കൈ കൊണ്ട് ബ്രേക്ക് അമർത്തി. ദായേ ഹാത്ത് സെ ആക്സിലറേറ്റർ ഗുമായ. ദായേ എന്ന് പറഞ്ഞാല് വലത്, റൈറ്റ്. ഹാത്ത് സെ കൈ കൊണ്ട്, ആക്സിലറേറ്റർ ഗുമായ, ആക്സിലറേറ്റർ തിരിച്ചു. വലത് കൈ കൊണ്ട് എന്ത് ചെയ്തു, ആക്സിലറേറ്റർ തിരിച്ചു. പർ സ്കൂട്ടി വഹി ഖടി രഹി. പക്ഷേ സ്കൂട്ടി എന്താണ്, അവിടെ തന്നെ നിന്നു. ഫിർ അമ്മാനെ ബ്രേക്ക് ഛോഡ് ദിയ.
പിന്നീട് എന്ത് ചെയ്തു? അമ്മ ബ്രേക്ക് ചോട് ദിയ, ബ്രേക്ക് എന്ത് ചെയ്തു? വിട്ടു. അതായത് ബ്രേക്ക് ഇങ്ങനെ അമർത്തി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇടത്തെ കൈ കൊണ്ട്. അതെന്ത് ചെയ്തു? ബ്രേക്ക് വിട്ടു. ബ്രേക്ക് ചോड़ते ही स्कूटी उछली और पिछले पहिए पर खड़ी हो गई. ബ്രേക്ക് ചോड़ते ही, അമ്മ എന്താണ് ബ്രേക്ക് അമർത്തി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ അമർത്തി പിടിച്ച ബ്രേക്ക് വിട്ട ഉടനെ സ്കൂട്ടി ഉച്ചിലി, സ്കൂട്ടി എന്ത് ചെയ്തു? കുതിച്ചു. और पिछले पहिए पर, പിച്ചിലെ പഹിയെ എന്ന് പറഞ്ഞാല് പിന്നിലെ ചക്രം, പിച്ചിലെ പഹിയെ पर खड़ी हो गई, പിന്നിലെ ചക്രത്തിൽ എന്താണ്? നിന്നു. അമ്മ ബ്രേക്ക് വിട്ട ഉടനെ എന്ത് ചെയ്തു? സ്കൂട്ടി കുതിച്ചിട്ട് പിൻചക്രത്തിൽ നിന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇവിടെ ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിത്രമൊക്കെ തന്ന് പഠിപ്പിച്ചു തരുന്നത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഹിന്ദിയിൽ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഓരോന്നും എടുത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് അമ്മ എന്താ ചെയ്യുന്നത്? തന്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്, ഇടത് കൈ കൊണ്ട്, ഇടതിന് ഹിന്ദിയിൽ എന്താ പറയാ? ബായേ ഹാത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്തു? ബ്രേക്ക് അമർത്തി. ബായേ ഹാത്ത് സേ ബ്രേക്ക് ദബായ. പിന്നെന്താ ചെയ്തത്? റൈറ്റ് ഹാൻഡ് കൊണ്ട്, വലത് കൈ കൊണ്ട് ആക്സിലറേറ്റർ തിരിച്ചു. ദായേ ഹാത്ത് സേ ആക്സിലറേറ്റർ ഗുമായ. പക്ഷെ സ്കൂട്ടി മുന്നോട്ട് പോയോ? ഇല്ല, അത് അവിടെ തന്നെ നിന്നു. നമ്മൾ ബ്രേക്ക് അമർത്തി എന്താണ്? സ്കൂട്ടി മുന്നോട്ട് പോയില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്തു? തന്റെ ഇടത് കൈയിലുള്ള, ലെഫ്റ്റ് ഹാൻഡിലുള്ള ബ്രേക്ക് എന്ത് ചെയ്തു? വിട്ടു. അപ്പൊ ബ്രേക്ക് വിട്ട ഉടനെ എന്താ സംഭവിച്ചത്? സ്കൂട്ടി കുതിച്ചു. അതായത് അമ്മ ബ്രേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാമല്ലോ, ആ ബ്രേക്ക് വിട്ട ഉടനെ എന്താണ്? സ്കൂട്ടി സ്പീഡിൽ പോവാണ് ചെയ്തത്. അതിനുശേഷം എന്താ സംഭവിച്ചേ? പിച്ചിലെ പഹിയെ पर खड़ी हो गई, അല്ലെ? അപ്പൊ ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ ചിത്രത്തിലുള്ള കാര്യം എന്താണ് നമുക്ക് ഹിന്ദിയിൽ പറയാൻ പറ്റണം. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഹിന്ദിയിൽ എന്താണ് പറയാൻ പറ്റും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം വന്നു കഴിഞ്ഞാല് നമുക്ക് തെറ്റാതെ അതിന്റെ ഉത്തരം എന്താണെന്ന് എഴുതി കൊടുക്കാനും പറ്റും. അപ്പൊ ഇവിടെ എന്താണ്? സ്കൂട്ടി പിച്ചിലെ പഹിയെ पर खड़ी हो गई, സ്കൂട്ടി എന്താണ്? പിന്നിലെ ചക്രത്തില് നിന്നു. അപ്പൊ ടുക്കുവിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇന്ന് ഇതുവരെ എടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തപ്പോ തന്നെ ടുക്കുവിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയെ കുറിച്ചിട്ടുള്ളത് ഗ്രീൻ കളറും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് പല രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. അതൊക്കെ നമ്മുടെ ഈ സ്റ്റോറിയിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ടുക്കുവിനെ കുറിച്ചിട്ടും അമ്മയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കഥ ക്രമത്തിൽ എഴുതാനുള്ള ചോദ്യങ്ങൾ വരാം. അതേപോലെ ചിത്രം തന്നിട്ട് അതിന്റെ അടിയിൽ ഉത്തരങ്ങൾ എഴുതാനും, അതേപോലെ ഓരോ വാക്കുകൾ തന്ന് അത് ക്രമത്തിൽ എഴുതാൻ, അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതേപോലെ പരീക്ഷയ്ക്ക് ഏത് രീതിയിലാണ് ഉത്തരം എഴുതേണ്ടത്, ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ പോയി കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.